നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി. നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. കർക്കിടകക്കൂറുകാർക്ക് ശനിമാറ്റം കൊണ്ടുള്ള ഗുണദോഷങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ 2025 മാർച്ച് മാസം 29 തീയതി കർക്കിടകക്കൂറുകാരുടെ അഷ്ടമശനി മാറുകയാണ്. ഭയങ്കര ദോഷം പിടിച്ച ഒരു ഘട്ടമാണ് അഷ്ടമശനി അല്ലെങ്കിൽ മരണശനി. നമ്മൾ ഭക്തിയും ദൈവീകമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും കർക്കിടകക്കൂറുകാർ. അവർക്ക് ജീവിതത്തിൽ കഴിഞ്ഞ 30 വർഷം കൊണ്ട് നേടിയത് പലരും ഈ 3 കൊല്ലം കൊണ്ട് നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്ന വിഷമം നിറഞ്ഞ സമയമാണ്. എട്ടിൻ്റെ പണിയൊക്കെ കിട്ടുന്ന സമയമായിരുന്നു. അത് 2025 മാർച്ച് മാസം മുതൽ 2028 ഫെബ്രുവരി 23 വരെ ശനി ഭാഗ്യസ്ഥാനത്തേക്ക് പ്രവേശിക്കുകയാണ്. 2027 6 മാസത്തെ ശനി മീനത്തിൽ നിന്നും മേടത്തിലേക്കും 2027 ഒക്ടോബർ മാസം മേടത്തിൽ നിന്നും വീണ്ടും മീനത്തിലേക്കും പ്രവേശിക്കും. ഇപ്പം ശനി 9-ലും 10-ലും മാറി മാറി സഞ്ചരിക്കുന്ന ഘട്ടമാണ്. അപ്പോൾ നമുക്ക് ഈ ശനി 9-ലും 10-ലും നിൽക്കുന്ന സമയം നമുക്ക് 10 നിൽക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും 9 നിൽക്കുന്ന കാലഘട്ടം വളരെ നല്ലതാണ്. കാരണം ആരോഗ്യം നിർവമാനനം ധനസമായാനം സുഹൃസംഭവ സാഫല്യം സകലക്രിയാസു സതതം ചിത്തപ്രസാദോദയേ സ്ഥാനപ്രാപ്തി ജനാനുരാഗസുയശക സന്താനലാഭാദിവാര്യ. ആരോഗ്യം കിട്ടും. മഹാരോഗിയായിട്ട് ഇരിക്കാനും നടക്കാനും പറ്റാതെ വിഷമിച്ച് കിടക്കുന്ന ആൾക്കാർക്ക് പോലും രോഗവിപത്തുക്കൾ മാറി നല്ല ആരോഗ്യം കിട്ടും എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. അസുഖങ്ങൾ മാറും. സർജറിയൊക്കെ വേണമെന്ന് പറയണവരൊന്ന് വെയിറ്റ് ചെയ്താൽ സർജറി ഇല്ലാതെ തന്നെ ഗുളിക കൊണ്ട് രോഗം മാറും. നിർവൻ രാജാവിൻ്റെ പ്രീതി കിട്ടുമെന്നാണ്. അപ്പോൾ സർക്കാരിൽ നിന്നും കോടതിയിൽ നിന്നും അധികാരികളിൽ നിന്നും പ്രമുഖ വ്യക്തികളിൽ നിന്നും സമൂഹത്തിലുള്ളവരിൽ നിന്നൊക്കെ പ്രീതി, സഹായം, സന്തോഷം, അനുകൂലം ഒക്കെ കിട്ടും. ധനസമായാനം, ധാരാളം ധനങ്ങളൊക്കെ വന്നു ചേരും. സാഫല്യം സകല ക്രിയാസും, എല്ലാ കാര്യത്തിനും വിജയവും. ചിത്തപ്രസാദവും, ചിത്തത്തിന് പ്രസാദം ഉദിക്കുമെന്ന് വെച്ചാൽ മനസ്സിന് സന്തോഷവും, സ്ഥാനലാഭങ്ങളും യശസ്സുകളും സന്താനലാഭങ്ങളും ഒക്കെ ഉണ്ടാവും. ഉള്ള പിള്ളേർക്കും ജോലി, അധികാരം, പ്രതാപം, ഉന്നത വിദ്യാലാഭങ്ങൾ, അഡ്മിഷൻ ഇതൊക്കെ കിട്ടും. അഡ്മിഷൻ കിട്ടുമെന്ന് വെച്ചാൽ ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടാത്ത അവസരങ്ങളും അഡ്മിഷനുകളും നമുക്ക് ഒരു പൈസയും കൊടുക്കാതെയൊക്കെ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. പിള്ളേർക്ക് മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയം കിട്ടും. എല്ലാ കാര്യത്തിനും നമുക്കും സ്വസ്ഥതയും സമാധാനമൊക്കെ കിട്ടും. കാരണം ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പം ഭാഗ്യത്തിന് ദോഷം വരൂലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. കാരണം ഭാഗ്യാദി അവീഷ്ടഭാവേ ശപ്യശുഭോ ഭാവ പുഷ്ടികൃ ലഗ്നാൽ പുത്ര ഇതി പദ്യേ തദ്വരാഹമിഹിരോധിത. വരാഹമിഹിരാചാര്യർ പറയുന്നത് ഭാഗ്യം മുതലായിരിക്കുന്ന അഭീഷ്ടസ്ഥാനങ്ങളിൽ അശുഭനായ ഒരു ഗ്രഹം നിന്നാലും ഭാഗ്യത്തിന് പുഷ്ടിയെ കൊടുക്കും. ലഗ്നാൽ പുത്ര ഇതി പദ്യേ തദ്വരാഹമിഹിരോധിതം. വരാഹമിഹിരോ ഇതി ഊതിതം. എന്താണ്? ഇങ്ങനെയുള്ള ദോഷങ്ങൾ ബാധിക്കൂല, ഭാഗ്യം സിദ്ധിക്കുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ആയുസ്സാണ്. അത് നമുക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ പോലും ആയുസ് പിടിക്കാൻ പറ്റില്ല. ആരോഗ്യമൊക്കെ പിടിച്ചെടുക്കാൻ പറ്റും ആയുസ്. രണ്ടാമത് ആയുസ് ഉണ്ടായിട്ടും കാര്യമില്ല, ഭാഗ്യം വേണം. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് ശനി നിൽക്കുമ്പോഴാണ് നമുക്ക് ഭാഗ്യത്തിന് പുരോഗതി കിട്ടുന്നത്. ഏതൊരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കാനുള്ള യോഗങ്ങൾ നമുക്ക് കിട്ടും. അത് മീനൻ രാശിയിലാണ് ശനി മാറി വരുന്നത്. അപ്പോൾ മീനൻ രാശിയിൽ നിൽക്കുന്ന ശനിയും നല്ലതാണ്. ജാതകത്തിലോ ജീവിതത്തിലോ ശനി മീനത്തിൽ വരുമ്പോൾ ശ്രോണി ഗ്രാമ പുരാധികാര ജനിത പൂജാക്കുധാന്യാഗമാനാണ്. സംഘവും സമുദായവും രാഷ്ട്രീയവും പൊതുപ്രവർത്തന രംഗങ്ങളിലും എവിടെ ചെന്നാലും പ്രവർത്തന രംഗങ്ങളിലും പുരോഗതി, ഏജൻസി, ബിസിനസ്, കോൺട്രാക്ട് ഇതിലൊക്കെ സാമ്പത്തിക നേട്ടങ്ങളും വസ്തുലാഭം, ധനലാഭം, ഗൃഹലാഭം, വാഹനലാഭം മുതലായ ഐശ്വര്യങ്ങളും
ഒന്നുമില്ലാതെ ദരിദ്രത്തിൽ കിടക്കുന്ന ആൾക്കാർക്ക് പോലും വീടും വസ്തുവും ധനവും പണവും ഒക്കെ കിട്ടുമെന്നാണ്. അതെങ്ങനെ കിട്ടും? പൈസ ഇല്ലാത്തവർക്കെന്ന് നമ്മൾ അതിശയോക്തിപരമായിട്ട് ചിന്തിച്ചു. നമുക്ക് പഞ്ചായത്തിൽ നിന്നും സർക്കാരിൽ നിന്നും ഒക്കെ വീട് കിട്ടുന്നതും വസ്തു കിട്ടുന്നതും പൈസ കിട്ടുന്നതും ജോലി കിട്ടുന്നതും ഒക്കെ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ്. ഇവർക്ക് എങ്ങനെ ആ വീട് കിട്ടിയാന്തോ എന്ന് തോന്നില്ല, എങ്ങനെ ആ ജോലി കിട്ടിയാന്തോ എന്ന് തോന്നുന്ന തരത്തിൽ നമുക്ക് ജോലിക്കൊക്കെ യോഗമുണ്ട്, ഉദ്യോഗമൊക്കെ കിട്ടും. അപ്പോൾ ഉദ്യോഗത്തിലുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും നല്ല ജോലി കിട്ടും. അതെങ്ങനെ? നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് നല്ല സ്കൂളാ, കോളേജാ, ആശുപത്രിയാ, വ്യാപാര കേന്ദ്രങ്ങളാ, ബിസിനസ് കേന്ദ്രങ്ങളൊക്കെ വന്നാൽ നമുക്ക് നമ്മുടെ കഴിവനുസരിച്ച് യോഗ്യത അനുസരിച്ച് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. സർക്കാർ ജോലി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും പിടിക്കേണ്ട. എന്തെങ്കിലും ജോലി കിട്ടിയാൽ നമുക്ക് അരി വാങ്ങിക്കാനുള്ള പൈസയെങ്കിലും കിട്ടുന്ന ഘട്ടമാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് പോലും, സാധാരണ ഒരു കൂലിപ്പണിക്കാരന് പോലും നല്ല പൈസയും കിട്ടി ഒരു തൊഴിലാളി മുതലാളിയായിട്ട് ജീവിക്കാൻ ഭാഗ്യം കിട്ടുന്ന സമയമാണ് ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ. ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ഇത്രയും വലിയ ഭാഗ്യം കിട്ടുന്ന സമയത്ത് നമുക്ക് ഭാഗ്യം കിട്ടാൻ എന്തെങ്കിലും ദശാകാല ദോഷങ്ങളോ ജാതക ദോഷങ്ങളോ കൊണ്ട് ചിലപ്പോൾ ചിലവർക്ക് ഒരു കാലത്തും ഭാഗ്യം കിട്ടാത്തവരുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിലും നാട്ടിലും എത്രയോ കഷ്ടപ്പെട്ടിട്ടും എത്രയോ രാജ്യത്ത് പോയിട്ടും എന്തെല്ലാം കഴിവുണ്ടായിട്ടും ഒരു ഗതിയില്ലാതെ അധോഗതിയായിട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരും നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് ജാതകത്തിലെ ചില ഭാഗ്യക്കുറവുള്ളവർക്കാണ് നേട്ടങ്ങൾ കിട്ടാൻ താമസവും ദോഷമൊക്കെ വരുന്നത്. അപ്പോൾ ജാതകം പരിശോധിച്ച് നോക്കിയിട്ട് അതിലുള്ള സമയദോഷം, ദശാദോഷം, ഗ്രഹപ്പിഴകൾ, ദേവകോപം, ബ്രാഹ്മണകോപം, പിതൃകോപം, കുടുംബദോഷങ്ങൾ, നമ്മളാ ജോലിയും പ്രതാപവും കീർത്തി ഇതൊക്കെ നശിപ്പിക്കാൻ, ഭക്തി ചിരാനുകൂല്യം നശിപ്പിക്കാൻ ഒക്കെ ശത്രുക്കൾ എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ചെയ്താൽ നമ്മളെത്ര മിടുക്കന്മാരാണെങ്കിലും തകർച്ച ബാധിച്ചു പോകും. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് ഒരാളെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥന കൊണ്ട് ഒരാളെ നശിപ്പിക്കാനും പറ്റും. അതുകൊണ്ട് നമ്മൾ ദോഷങ്ങൾക്ക് നാമജപങ്ങൾ, ഭാഗ്യം കിട്ടാൻ വേണ്ടിയുള്ള ഭാഗ്യൈക്യ ഭക്ത്യപ്രദ സൂക്ത ജപാഹ അവനിവർത്തൈഹി ധന ധാന്യ അഭിവൃത്തൈഹി ദിവ്യാഭിഷേകാധിക ഭക്തശുദ്ധൈഹി ഭാഗ്യസൂക്തം, ഐക്യഭക്ത സൂക്തം, അതേപോലെ നമ്മൾ ജപങ്ങൾ പ്രാർത്ഥനകൾ ഒക്കെ ചെയ്യുമ്പോൾ ഏത് മതമാണോ അവരുടെ മതം അനുസരിച്ചുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഡിയായ ശനിയുടെ മാറ്റം കൊണ്ടും നമ്മുടെ ഭക്തി കൊണ്ടും നമുക്ക് എല്ലാ സിദ്ധികളും കിട്ടുന്ന ഘട്ടമാണ്. അപ്പോൾ ജാതകവും കൂടെ ഒന്ന് നോക്കണം. പിന്നെ കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജയും, 10 മണിക്ക് മുത്തുംചൂമും, 4 മണിക്ക് യമരാജ പൂജയും, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, അതേപോലെ മഞ്ഞൾ കുങ്കുമം, ഭസ്മാഭിഷേകം, പുഷ്പാഭിഷേകം, ആരതി മുതലായ കാര്യങ്ങളൊക്കെ കൊണ്ട് അഭിഷേകാദികളും പൂജകളൊക്കെ ഉണ്ട്. അന്ന് അമ്പലം തുറന്നിരിക്കും. നിങ്ങൾ അവിടെ വന്ന് സമയം കിട്ടുമ്പോൾ ഓരോ രീതിയിൽ പ്രാർത്ഥിച്ച് നമ്മളെ ദോഷങ്ങളും മാറ്റാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചെയ്ത് പരിഹാരങ്ങൾ പൂജകളൊക്കെ ചെയ്താൽ വളരെ ഗുണകരമാണ്. എന്നാൽ നിങ്ങളുടെ കുടുംബദേവനെയും അതേപോലെ ഗ്രാമദേവനെയും ഇഷ്ടദേവനെയൊക്കെ ഒന്ന് ഭജിക്കണം. കാരണം നല്ല സമയം വരുമ്പോൾ എല്ലാവരും നമ്മളുടെ പ്രാർത്ഥന കേൾക്കുന്ന സമയമാണ്. കലവിച്ചിരിക്കുന്നവർ സ്നേഹിച്ചു വരുന്ന സമയമാണ്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാൻ യോഗമുള്ള സമയമാണ്. അപ്പോൾ ഈ അവസരം നിങ്ങളെല്ലാം പോയി ഇനി ഒരിക്കലും രക്ഷപ്പെടൂലെന്ന് വിചാരിക്കാതെ എനിക്ക് ഇനിയാണ് നല്ല നേട്ടങ്ങൾ വരുന്നതെന്നുള്ള പ്രതീക്ഷയോടുകൂടി പ്രവർത്തിച്ചാൽ നമുക്ക് സീറോയിൽ നിന്നും തീർച്ചയായിട്ടും ഹീറോ ആയിട്ട് വരാനുള്ള പൂർണ്ണ യോഗം നമുക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുന്നതിന് വേണ്ടി കാലഭൈരവ സ്വാമിയോടും പത്മനാഭ സ്വാമിയോടും സർവ്വദൈവങ്ങളോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.